PCODക്കാരോടാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കണേ. അതായത് നമ്മൾ ധൃതി പിടിച്ച് ഒരു മുറിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലേക്കോ ഒക്കെ ചെല്ലുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് തുറന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ഓർമ്മയില്ലാത്ത ഒരവസ്ഥ. അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 2 4 പേജൊക്കെ ഫുള്ള് ഇരുന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാലും ഞാനിപ്പോൾ എന്താ വായിച്ചത് ഒന്നും അതിൽ നിന്ന് മനസ്സിലാവാത്തൊരവസ്ഥ. പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാക്കുകൾ പെട്ടെന്ന് സ്റ്റക്കായി പോവുക. ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഓർമ്മ വരാതിരിക്കുക. എന്താണ് കണ്ടിന്യൂ ചെയ്ത് പറയേണ്ടത് എന്ന് കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ പലപ്പോഴായിട്ട്? ഇതൊന്നും നമ്മുടെ ബുദ്ധി പോകുന്നതോ ഓർമ്മ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല. നിത്യജീവിതത്തിൽ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണെങ്കിലും PCODക്കാരിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ PCODക്കാരിലുള്ള ഈ ഒരു ഇൻഫ്ലമേഷൻ കാരണം ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനം ശരിക്കും നടക്കാത്ത അവസ്ഥ വരുന്നുണ്ട്. അതും നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഉറക്കം ശരിയായി ലഭിച്ചിട്ടില്ലെങ്കിലും അതും അശ്രദ്ധകൾക്കും ഓർമ്മക്കുറവിനും ക്ഷീണത്തിനും ഒക്കെ കാരണമാവുന്നുണ്ട്. പിന്നെ ഉയർന്ന മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഇതൊക്കെ നമ്മുടെ ഓർമ്മയെയും ശ്രദ്ധയെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൃത്യമായ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, ശരിയായ രീതിയിൽ ഉറങ്ങുക, ഉറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നമ്മൾ സ്ക്രീനൊക്കെ ഒഴിവാക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ബ്രെയിനിന് വേണ്ട കുറച്ച് എക്സസൈസുകളും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് പസിൽസ് ഒക്കെ കളിക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ വായിക്കാം, അല്ലെങ്കിൽ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാം. ഇത്തരത്തിലൊക്കെ നമ്മുടെ ജീവിത ശൈലികളിൽ നല്ല മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. ആരോഗ്യകാര്യങ്ങളെ